ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാമക്രാക്ക്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫാർമസ്യൂട്ടിക്സ് പോർഷനിലെ വാക്സിൻസ്, ഡ്രൈയിങ് പ്രോസസ് ആൻഡ് ഡിസ്റ്റിലേഷൻ, അതിലുള്ള കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള MCQസും ഒക്കെയാണ്. നമുക്കിപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് MCQs ആണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് തിങ് വാക്സിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഇമ്മ്യൂണിറ്റി എന്താണെന്ന് അറിയണം, സസെപ്റ്റിബിലിറ്റി എന്താണെന്ന് അറിയണം, ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഇമ്മ്യൂണിറ്റി എന്താണെന്ന് അറിയണം. ഓക്കെ, സോ വാട്ട് ഇസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എബിലിറ്റി ഓഫ് എ ബോഡി ടു റെസിസ്റ്റ് ദ ഇഫക്റ്റ് ഓഫ് ഇൻവേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ഇസ് കോൾഡ് ഇമ്മ്യൂണിറ്റി. അതായത് നമ്മുടെ ബോഡിയിൽ മൈക്രോ ഓർഗാനിസം ഇൻവേഡ് ചെയ്യാൻ വരികയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റിയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ എബിലിറ്റി ഇല്ലാതെ വരുമ്പോഴേക്കാണ് നമ്മൾ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഇമ്മ്യൂണിറ്റി. ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് നമ്മുടെ ഫാഗോസൈറ്റോസിസും രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ഫാക്ടർ എന്ന് പറയുന്നത് ആൻറ്റിബോഡി ഫോർമേഷനുമാണ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടെ ചില സെൽസ്, നമ്മുടെ ബോഡിയിലുള്ള ചില സെൽസ് ബാക്ടീരിയയെ ഇൻജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ സെൽസ് ഓഫ് റെട്ടിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റം, രണ്ടാമത്തത് വൈറ്റ് ബ്ലഡ് കോർപ്പസൽസുമാണ്. ഓക്കെ, അപ്പം റെട്ടിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിൽ കണ്ടീഷൻ പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ബാക്ടീരിയയെ ഇൻജസ്റ്റ് ചെയ്തിട്ട് അത് ഹാംലെസ് ആക്കി അതിനെ ബ്ലഡ് സർക്കുലേഷനിൽ എൻ്റർ ചെയ്യും. ബ്ലഡ് സർക്കുലേഷനിൽ എൻ്റർ ചെയ്തിട്ട് ഈ മൈക്രോ ഓർഗാനിസം നമ്മുടെ ലങ്സ് വഴി വെളിയിൽ പോകും. ഓക്കെ, ആൻഡ് ഇൻ കേസ് ഓഫ് WBCയിൽ പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ഇൻഫെക്റ്റഡ് ഏരിയയിലോട്ട് ഒരു പത്തോജനിക് ബാക്ടീരിയ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു പത്തോജനിക് ബാക്ടീരിയ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൂക്കോസൈറ്റ്സ് ആ ഇൻഫെക്റ്റഡ് ഏരിയയിലോട്ട് ഓടിപ്പോവും. എന്നിട്ട് ആ സൈറ്റ് ഓഫ് ഇൻഫെക്ഷനിൽ ഇതെല്ലാം കൂടെ ഈ ലൂക്കോസൈറ്റ്സ് എല്ലാം കൂടെ വന്നിരുന്നിട്ട് അത് നമ്മുടെ ബാക്ടീരിയ ഇൻജസ്റ്റ് ചെയ്ത് അതിനെ ഹാംലെസ് ആക്കും. ഓക്കെ, പിന്നെ ചില കേസിൽ ആ ഹാംലെസ് മൈക്രോ ഓർഗാനിസത്തിന് ഒരു പസ്സായിട്ട് വരും. പസ്സായിട്ട് പിന്നെ അത് ബേസ്റ്റ് ചെയ്ത് വെളിയിൽ പോകും. ഓക്കെ, നെക്സ്റ്റ് വൺ ആൻറ്റിബോഡി ഫോർമേഷൻ. ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ആൻറ്റിബോഡി. സബ്സ്റ്റൻസ് ഫോംഡ് ഇൻ ദ ബോഡി ഇൻ റെസ്പോൺസ് ടു പ്രസൻസ് ഓഫ് ഫോറിൻ പ്രോട്ടീൻ ആൻഡ് സർട്ടൻ അതർ മെറ്റീരിയൽസ്. അപ്പം നമ്മുടെ ബോഡിയിൽ ഒരു ഫോറിൻ ആയിട്ടുള്ളൊരു മീൻസ് ഒരു പാർട്ടിക്കിൾ ആകട്ടെ, നമ്മുടെ ബോഡിയിൽ ഒരു ഫോറിൻ പാർട്ടിക്കിൾ അവിടെ എൻ്റർ ആവുകയാണെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ ബോഡിയിൽ അതിന് എന്താ പറയുന്ന ഒരു ഫോറിൻ ഐറ്റം ഇട്ട് അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് ആൻറ്റിബോഡി ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് നമ്മുടെ ആൻറ്റിബോഡി. നമുക്കറിയാമല്ലോ ആൻറ്റിബോഡി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇപ്പം നമ്മുടെ ബോഡി തന്നെ ഈ ആൻറ്റിബോഡിയുടെ നേച്ചർ രണ്ട് ടൈപ്പായിട്ടാണ്. ഓക്കെ, അതായത് ഇപ്പം രണ്ട് ടൈപ്പായിട്ടാണ് അതിന് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചില ബാക്ടീരിയ പ്രൊഡ്യൂസിങ് എൻഡോടോക്സിൻസ്, ചിലത് എക്സോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മുടെ ഈ ആൻറ്റിബോഡി ഈ രണ്ട് പാർട്ടിലും രണ്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സോടോക്സിനുള്ള കണ്ടീഷൻ പറയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആൻറ്റിബോഡി അതിനെ ന്യൂട്രലൈസ് ചെയ്യും. എന്നിട്ട് അതിനെ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ആൻറ്റിടോക്സിൻ എന്ന് പറയും. ഓക്കെ, ആൻറ്റിബോഡീസ് കേപ്പബിൾ ഓഫ് ന്യൂട്രലൈസിങ് ദി എക്സോടോക്സിൻ ആർ കോൾഡ് ആൻറ്റിടോക്സിൻസ്. ഓക്കെ, ആൻറ്റിടോക്സിൻസ് എന്ന് വെച്ചാൽ ഈ എക്സോടോക്സിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ആൻറ്റിബോഡീസിനെയാണ് നമ്മൾ ആൻറ്റിടോക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബാക്ടീരിയ പ്രൊഡ്യൂസിങ് എൻഡോടോക്സിൻ. എൻഡോടോക്സിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഇതെന്ന് പറയുമ്പം മെയിനായിട്ട് ദ ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം ഡസ് നോട്ട് ഡിഫ്യൂസ് ത്രൂ ദ ബാക്ടീരിയൽ സെൽ വോൾ. ഓക്കെ, ആൻഡ് ഹെൻസ് ആർ കോൾഡ് എൻഡോടോക്സിൻ. ഇപ്പോൾ ഈ ആൻറ്റിബോഡീസ് നമുക്ക് പിന്നെ അതിനകത്ത് ഡിവൈഡ് ചെയ്ത് നാലായിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഒപ്സോണിനായിട്ട്, അഗ്ലൂട്ടിനായിട്ട്, പ്രസിപ്പിറ്റിനായിട്ടും പിന്നെ ബാക്ടീരിയോ ലൈസിനായിട്ടും. ഒപ്സോണിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആൻറ്റിബോഡിയും ബാക്ടീരിയയും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഫാഗോസൈറ്റോസിന് ഈസി ആവും. ഓക്കെ, ഇപ്പോൾ അഗ്ലൂട്ടിനിൻ്റെ കണ്ടീഷൻ പറയുമ്പോഴത്തേക്ക് ആൻറ്റിബോഡിയും ബാക്ടീരിയയും കൂടെ അഗ്ലൂട്ടിനേഷൻ്റെ ഒരു സ്റ്റെപ്പിലേക്ക് കടക്കും. ഓക്കെ, പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൻറ്റിബോഡിയും ബാക്ടീരിയയും കൂടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ എൻഡോടോക്സിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് മാറ്റും. പിന്നെ ബാക്ടീരിയ ലൈസിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആൻറ്റിബോഡിയും ബാക്ടീരിയയും കൂടെ ലൈസിസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ഓക്കെ, അതുപോലെ നമുക്കറിയാം നമ്മുടെ കോംപ്ലിമെൻറ്റിൻ്റെ കാര്യം അറിയാം. അപ്പോൾ നമ്മളൊരു ബാക്ടീരിയ ലൈസിനും കൂടെ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിന് ലൈസിസ് ഒന്നും സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ ബാക്ടീരിയ ഒരു കോംപ്ലിമെൻറ്റുമായിട്ട് ഇരിക്കുകയാണെങ്കിലും ലൈസിസ് സംഭവിക്കാറില്ല. പക്ഷേ ബാക്ടീരിയ ലൈസിനും അതിൻ്റെ കൂടെ ഈ കോംപ്ലിമെൻറ്റും കൂടെ ഉണ്ടെങ്കിലേ കംപ്ലീറ്റ് ലൈസിസ് ഓഫ് ബാക്ടീരിയ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നാച്ചുറലും ഉണ്ട്, അക്വയർഡും ഉണ്ട്. നാച്ചുറൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏജ്, റേസ്, സ്പീഷീസ്, ഇൻഡിവിജ്വൽ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അക്വയർഡിനകത്ത് തന്നെ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആക്റ്റീവിനകത്ത് അതുപോലെ തന്നെ നാച്ചുറൽ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്. പാസീവിലും നാച്ചുറലും ആർട്ടിഫിഷ്യലും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ വാക്സിൻസ്, അതിൻ്റെ കാര്യം പറയുന്നത്. വാക്സിൻസ് ഇമ്മ്യൂണോളജിക്കൽ പ്രോഡക്റ്റ്. ഓക്കെ, ഇമ്മ്യൂണോളജിക്കൽ പ്രോഡക്റ്റ് ഫോർ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്ടീരിയൽ വാക്സിൻസ് ഉണ്ട്, അതുപോലെ തന്നെ വൈറൽ ആൻഡ് റിക്കറ്റ്സിയൽ വാക്സിൻസ് ഉണ്ട്, ടോക്സോയിഡ്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇമ്മ്യൂണോളജിക്കൽ പ്രോഡക്റ്റ് ഫോർ പാസീവ് ഇമ്മ്യൂണൈസേഷൻ, അതായത് ആൻറ്റിടോക്സിൻസ്, ആൻറ്റിസെറംസ്.
ഓക്കെ. നെക്സ്റ്റ് വൺ ഇമ്മ്യൂണോളജിക്കൽ പ്രോഡക്റ്റ് ആസ് ഡയഗ്നോസിസിൻ്റെ കണ്ടീഷൻ പറയുമ്പോഴത്തേക്ക് ടോക്സിൻസ് അല്ലെങ്കിൽ മീൻസ് ഷിക്സ് ടെസ്റ്റോ ട്യൂബർക്കുലിൻ അങ്ങനത്തെ ഒരു കണ്ടീഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് അറിയേണ്ടത് ഈ ആക്ടിവേറ്റഡ് വാക്സിൻസ്, ഇനാക്ടിവേറ്റഡ് വാക്സിൻസ്, അതുപോലെ തന്നെ സബ് യൂണിറ്റ് ടോക്സോയിഡ് വാക്സിൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അറ്റന്യൂവേറ്റഡ് വാക്സിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്താ പറയുക ഹോൾ ബാക്ടീരിയ ആണുള്ളത് അല്ലെങ്കിൽ വൈറസ് ആണുള്ളത് ദറ്റ് ഹാവ് ബീൻ വീക്കൻഡ്. മീൻസ് വീക്കൻ ചെയ്തിട്ടുള്ള ഹോളായിട്ടുള്ള ബാക്ടീരിയ വൈറസിന് കാണുമ്പോഴാണ് അറ്റന്യൂവേറ്റഡ് ലൈവ് വാക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് ഉണ്ടാകുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മുടെ വാരിസെല്ല സോസ്റ്റർ വാക്സിന്, OPV വാക്സിൻസ്, ഓറൽ പോളിയോ വൈറസ് വാക്സിൻ, യെല്ലോ ഫീവർ വൈറസ് വാക്സിൻ, MMR, ഇൻഫ്ലുവൻസ, റോട്ടോ വൈറസ്. അപ്പം നമ്മൾ വളരെ അത്യാവശ്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഈ പറയുന്നത് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാക്സിൻസ്. ഓക്കെ. അപ്പം ഇതെന്ന് പറയുമ്പം സ്പെഷ്യലായിട്ടൊരു നോട്ടിലോ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഒന്നുകൂടെ പറയാം, അറ്റന്യൂവേറ്റഡ് ലൈവ് വാക്സിൻസ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹോളായിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസസോ വീക്കൻ ചെയ്തിട്ട് ഇരിക്കുന്ന ആ ഒരു ഫോമിനെയാണ് നമ്മൾ അറ്റന്യൂവേറ്റഡ് ലൈവ് വാക്സിൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അതിൻ്റെ എക്സാമ്പിൾ വാരിസെല്ല സോസ്റ്റർ വൈറസ് വാക്സിൻ, ഓറൽ പോളിയോ വൈറസ് വാക്സിൻ, യെല്ലോ ഫീവർ വൈറസ് വാക്സിൻ, MMR വാക്സിന്, ഇൻഫ്ലുവൻസ, റോട്ടാ വൈറസ് വാക്സിൻ. ഓക്കെ. നെക്സ്റ്റ് വൺ ഇനാക്ടിവേറ്റഡ് അല്ലെങ്കിൽ കിൽഡ് വാക്സിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അതിനെ കില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഹീറ്റ് വെച്ചിട്ടോ അതിനെ ഇനാക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഒന്നും ക്രിയേറ്റ് ചെയ്യത്തില്ല. പക്ഷേ ഇതിന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ബൂസ്റ്റർ ഡോസസ് ആവശ്യമാണ്. ഓക്കെ. എക്സാമ്പിൾ IPV ഇനാക്ടിവേറ്റഡ് പോളിയോ വൈറസ് വാക്സിൻ, അതുപോലെ തന്നെ ഹോൾ സെൽ പെർട്ടസിസ്, റാബീസ്, ഹെപ്പറ്റൈറ്റിസ് A എക്സെട്ര. ഓക്കെ. നെക്സ്റ്റ് വൺ സബ് യൂണിറ്റ് അല്ലെങ്കിൽ സെല്ലുലാർ വാക്സിൻസ്. സെല്ലുലാർ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് ഒരു ഹോളായിട്ടുള്ള ഒരു ബാക്ടീരിയോ വൈറസോ ഒന്നുമില്ല. ഇതിന് മീൻസ് പോളിസാക്രൈഡ്സോ അല്ലെങ്കിൽ പ്രോട്ടീൻസ്, ഈ ബാക്ടീരിയയിൽ നിന്നുള്ള പ്രോട്ടീൻസോ പോളിസാക്രൈഡ്സോ ഒക്കെയാണ് ഇതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതിൻ്റെ എക്സാമ്പിൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് B, സെല്ലുലാർ പെർട്ടസിസ്, വൂപ്പിംഗ് കഫിൻ്റെ ഇതാണ് സെല്ലുലാർ പെർട്ടസിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B, ന്യൂമോകോക്കൽ, അതുപോലെ തന്നെ മെനിഞ്ചോകോക്കൽ, പിന്നെ ഹെപ്പറ്റൈറ്റിസ് HPV. ഓക്കെ. നെക്സ്റ്റ് വൺ ടോക്സോയിഡ് വാക്സിൻ. ഓക്കെ. ടോക്സോയിഡ് വാക്സിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചില ബാക്ടീരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ടോക്സിൻസ് റിലീസ് ചെയ്യുമെന്ന്. ഓക്കെ. അതായത് എക്സോടോക്സിനുണ്ട്, എൻഡോടോക്സിനുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻ മീൻസ് ഈ പോയിസണസ് പ്രോട്ടീൻസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഈ ടോക്സോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇതിൻ്റെ എക്സാമ്പിൾസ് ഡിഫ്തീരിയ ആൻഡ് ടെറ്റനസ് വാക്സിൻസ് ആണ് മെയിനായിട്ട്. ഓക്കെ. അപ്പം പിന്നെ ഇതിൽ പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഇത് ഇത്രയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ MCQസിലോട്ട് പോവാം. First question, typhoid vaccine is a sterile suspension or freeze-dried solid preparation from A. Salmonella typhimurium, B. Salmonella paratyphi, C. Salmonella typhi and D. Salmonella enterococcus. നമുക്കറിയാം. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു വാക്സിൻ്റെ ഒരു പേര് പഠിക്കുമ്പോഴത്തേക്ക് മീൻസ് അതിൻ്റെ ഓർഗാനിസം ടൈഫോയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ വാക്സിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ട് അതിൻ്റെ നെയിം പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ സാൽമോണല്ല ടൈഫിയാണ് നമ്മുടെ ആൻസർ. ഓക്കെ. നമ്മളിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഇതെല്ലാം 4 ഒരുപോലെ ഇരിക്കും. പക്ഷേ ആക്ച്വലി നമ്മൾ കറക്റ്റായിട്ട് ഓരോന്ന് എടുത്ത് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാക്ക് ഓഫ് എബിലിറ്റി ടു റെസിസ്റ്റ് ഇൻഫെക്ഷൻ ഇസ് കോൾഡ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് ദ എബിലിറ്റി ടു റെസിസ്റ്റ് ഇൻഫെക്ഷൻ ഇസ് കോൾഡ് എന്നേ വരത്തുള്ളൂ. ലാക്ക് പലപ്പോഴും നമ്മൾ കാണാതെ പോകും. ഓക്കെ. ഓപ്ഷൻസ് A ഇമ്മ്യൂണിറ്റി, B ടോളറൻസ്, C സസെപ്റ്റബിലിറ്റി ആൻഡ് D ഡിസ്ഇൻഫെക്ഷൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളൊരു 2 പ്രാവശ്യമെങ്കിലും എല്ലാ ക്വസ്റ്റ്യനും വരുമ്പോഴത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ദ ലാക്ക് ഓഫ് എബിലിറ്റി എന്നായതുകൊണ്ട് അതിൻ്റെ ആൻസർ സസെപ്റ്റബിലിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സബ്സ്റ്റൻസ് വിച്ച് സ്റ്റിമുലേറ്റ് ദി റെറ്റിക്കുലോ എൻഡോത്തീരിയൽ സിസ്റ്റം ഓഫ് ദ ബോഡി ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ് ആർ A ആൻറ്റിബോഡീസ്, B ടോക്സോയിഡ്സ്, C ആൻറ്റിടോക്സിൻ, D ലൈസോസോംസ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മുടെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ്. അതായത് നമ്മുടെ റെറ്റിക്കുലോ എൻഡോത്തീരിയൽ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ, ദ സബ്സ്റ്റൻസ് വിച്ച് സ്റ്റിമുലേറ്റ് ദി റെറ്റിക്കുലോ എൻഡോത്തീരിയൽ സിസ്റ്റം ഓഫ് ദ ബോഡി ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡി ഇസ്
എ ആൻറ്റിബോഡി, ബി ടോക്സോയിഡ്, സി ആൻറ്റിടോക്സിൻ ആൻഡ് ഡി ലൈസോസോംസ്. ആൻസർ ടോക്സോയിഡ്സ് ആണ്. ഓക്കെ. Next question. Vaccines and toxoids are precipitated and absorbed on aluminum hydroxide or other suitable media. This process results in dosage form that in comparison to fluid forms. ഓക്കെ, ഇപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പം നോർമലി ഒരു വാക്സിൻസ് ആൻഡ് ടോക്സോയിഡ്സും ആയിട്ടല്ല കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരം നമ്മളതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് നമ്മൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ മീഡിയയിലോട്ടോ അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ പറയുമ്പോഴത്തേക്ക് എന്താണ് അവിടുത്തെ സാധാ ഒരു ഡോസേജ് ഫോമും അതും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം ഫസ്റ്റ് ഓപ്ഷൻ മോർ എഫക്റ്റീവ്, ബി അബ്സോർബ്ഡ് സ്ലോലി, സി സ്റ്റെബിലിറ്റി ഇസ് ഇൻക്രീസ്ഡ്, ഡി ഇറിറ്റേഷൻ ഇസ് ലോസ്റ്റ്. ഇവിടെ വരുന്നത് അബ്സോർബ്ഡ് സ്ലോലി ആണ്. ഓക്കെ, ആൻസർ ബി ആണ്. Next question. Smallpox vaccine contains A. living virus vaccine, B. living culture of BCG, C. attenuated staphylococcus, and D. living virus of hepatitis. Smallpox vaccine. Okay, അപ്പോൾ അതിൻ്റെ ആൻസർ ലിവിങ് വൈറസ് വാക്സിൻ ആണ് സ്മോൾപോക്സ് വാക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ. Next question. Typhoid vaccine is a sterile suspension or a freeze-dried solid prepared from A. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഓറൽ പോളിയോ വാക്സിൻ മസ്റ്റ് ബി സ്റ്റോർഡ് അറ്റ് -28°C or below, 0 to 4°C അറ്റ് റൂം ടെമ്പറേച്ചർ, ആൻഡ് ഡി 32°C. നമ്മുടെ ആൻസർ ബി ആണ്. എന്താണ് 0 to -4°C നമ്മൾ നമ്മുടെ ഓറൽ പോളിയോ വൈറസ് വാക്സിനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ. Next question. The viral vaccines are prepared using A. living media, B. artificial liquid media, C. artificial semi-solid media, and D. all of the above. ഇതിൻ്റെ ആൻസർ വൈറൽ വാക്സിൻസ് ആണ്. വൈറൽ വാക്സിൻസ് നമുക്ക് അറിയാം എവിടെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് ലിവിങ് മീഡിയയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എ ആണ്, ലിവിങ് മീഡിയ. നെക്സ്റ്റ് വൺ. അറ്റനുവേഷൻ ഓഫ് ബാക്ടീരിയൽ വാക്സിൻസ് ഇസ് കണ്ടക്റ്റഡ് ബൈ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് അറ്റനുവേഷൻ അല്ലെങ്കിൽ വീക്കനിങ് ഓഫ് ദി ബാക്ടീരിയൽ വാക്സിൻസ്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? എ. ഫോമാൽഡിഹൈഡ്, ബി. അസിറ്റിക് ആസിഡ്, സി. ഗ്ലിസറിൻ, ആൻഡ് ഡി. ആൽക്കഹോൾ. നമ്മുടെ ആൻസർ ഫോമാൽഡിഹൈഡ് ആണ്. ഓക്കെ. നമ്മൾ എപ്പോഴും നമ്മൾ ബാക്ടീരിയൽ വാക്സിനെ അറ്റനുവേറ്റ് ചെയ്യുന്നത്, മോസ്റ്റ്ലി നമ്മൾ അറ്റനുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വീക്കൻ ചെയ്യുന്നത് യൂസിങ് ഫോമാൽഡിഹൈഡ്. ഡ്രൈയിങ് പ്രോസസ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ഡ്രയേഴ്സാണ് യൂസ് ചെയ്യുന്നത്, 2 മോഡലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻ, സസ്പെൻഷൻ ആൻഡ് സ്ലറീസും അതുപോലെ തന്നെ ഡാമ്പ് ആയിട്ടുള്ള സോളിഡ് മെറ്റീരിയൽസിനും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻ സസ്പെൻഷൻ്റെ കാര്യം നോക്കാം. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രം ഡ്രയറാണ് ഫസ്റ്റ് വൺ. ഓക്കെ, ഡ്രം ഡ്രയറിനെ നമ്മൾ ഫിലിം ഡ്രയർ എന്നും പറയാം. ആൻഡ് ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മിൽക്ക് പ്രോഡക്റ്റിനെ ഡ്രൈ ചെയ്യാൻ, അതുപോലെ സ്റ്റാർച്ച് പ്രോഡക്റ്റ്, അയൺ സോൾട്ട്, സസ്പെൻഷൻ ഓഫ് കാലിൻ ആൻഡ് സിങ്ക് ഓക്സൈഡിനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്പ്രേ ഡ്രയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സൈക്ലോൺ അതിൻ്റെ കൂട്ടത്തിലൊരു അറ്റമൈസറിനെയും കൂടെ ഫിക്സ് ചെയ്യുന്ന ആ ഒരു റിസംബ്ലൻസ് ആണ് നമ്മുടെ ഈ സ്പ്രേ ഡ്രയറിന് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് തെർമോലബൈൽ സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ മെയിനായിട്ട് ഡ്രൈ ചെയ്യുന്നത്. എക്സാമ്പിൾ ബോറിക് ആസിഡ്, അതുപോലെ തന്നെ മിഥൈൽ സെലുലോസ്, പിന്നെ സൾഫർ, ലാക്ടോസ്, ജെലാറ്റിൻ, പിന്നെ അക്കേഷ്യ, മിൽക്ക് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, പിന്നെ സസ്പെൻഷൻ ഓഫ് സ്റ്റാർച്ച് ആൻഡ് ബേരിയം സൾഫേറ്റ്, ഇതിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡ്രയേഴ്സ് ഫോർ ഡാമ്പ് സോളിഡ് മെറ്റീരിയൽസ്. അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രേ അല്ലെങ്കിൽ ഷെൽഫ് ഡ്രയേഴ്സ് ആണ്. നമ്മളിതിനെ ക്യാബിനറ്റ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് ഡ്രയേഴ്സ് എന്നും പറയും. ഓക്കെ, ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ക്രൂഡ് ഡ്രഗ്സ്, കെമിക്കൽസ്, പൗഡേഴ്സ്, ഗ്രാനുവൽസിൻ്റെ ടാബ്ലറ്റ് മാനുഫാക്ചറിങ്ങിൽ ഗ്രാനുവൽസിനെയൊക്കെ ഡ്രൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ട്രേ ഓർ ഷെൽഫ് ഡ്രയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ടണൽ ഡ്രയർ. ടണൽ ഡ്രയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ റോട്ടറി ഡ്രയറിൽ നമ്മൾ മെയിനായിട്ട് ഇതും സെയിം ആണ്, ലാർജ് സ്കെയിൽ പേർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ടൺസ് ഓഫ് മെറ്റീരിയൽസാണ് നമുക്ക് ഒരു അവറിൽ തന്നെ ഡ്രൈ ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ. ഇതിനെ നമ്മൾ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പൗഡേർഡ് മെറ്റീരിയൽസ്, അതുപോലെ ഡ്രൈയിങ് ഓഫ് ഗ്രാനുവൽസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ടാബ്ലറ്റ്സ്. ഇപ്പം ടാബ്ലറ്റ്സിൻ്റെ മാനുഫാക്ചറിൽ ഗ്രാനുവൽസ് ഡ്രൈ ചെയ്യുന്ന ഏത് വെച്ചിട്ടാണ്? ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയറാണ്. ഓക്കെ, ഇത് നമ്മൾ ഒരു വെർട്ടിക്കലും ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ ടൈപ്പും ഉണ്ട്. മെയിൻലി നമ്മൾ ടാബ്ലറ്റ്സിൻ്റെ ഗ്രാനുവൽസിന് ഡ്രൈ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വാക്വം ഡ്രയർ. വാക്വം ഡ്രയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തെർമോലബൈൽ സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ അറ്റ് ലോ ടെമ്പറേച്ചറിൽ
ഓക്കെ. ലോ ടെമ്പറേച്ചർ, അതായത് തെർമോലബൈൽ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഡ്രൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വാക്വം ഡ്രയർ എന്ന് പറയുന്നത്. ഓക്കെ. ഫ്രീസ് ഡ്രയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രീസ് ഡ്രയറിനെ നമ്മൾ സബ്ലിമേഷൻ ഡ്രൈയിങ് അല്ലെങ്കിൽ ലയോഫിലൈസേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മളിത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് തെർമോലബൈലായിട്ടുള്ള ബയോളജിക്കൽ പ്രോഡക്ട്സിനെ ഡ്രൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ഫ്രീസ് ഡ്രയർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ എക്സാമ്പിൾ ബ്ലഡ് പ്ലാസ്മ, വൈറ്റമിൻ, എൻസൈംസ്, അതുപോലെ തന്നെ ഹോർമോൺസ് ആൻഡ് ആൻറ്റിബയോട്ടിക്സ്. ഓക്കെ. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയറിനെ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രീസ് ഡ്രയർ. ഇതിൻ്റെ പിന്നെ വേറെ പേരുകൾ സബ്ലിമേഷൻ ഡ്രൈയിങ് ഓർ ലയോഫിലൈസേഷൻ എന്നും ഇതിനെ പറയാറുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രയർ യൂസ്ഡ് ഫോർ ഡ്രൈയിങ് ഓഫ് ഗ്രാനുൾസ് മെൻറ്റ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ടാബ്ലറ്റ്. എ. ടണൽ ഡ്രയർ, ബി. റോട്ടറി ഡ്രയർ, സി. ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ ആൻഡ് ഡി. വാക്യൂം ഡ്രയർ. ടണൽ ഡ്രയർ എന്ന് പറയുന്നത് നമുക്കറിയാം ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ് യൂസ് ചെയ്യുന്നത്. റോട്ടറി ഡ്രയറിൻ്റെ കണ്ടീഷൻ പറയുമ്പോഴത്തേക്ക് എന്തുവാ, അതും ഡ്രൈയിങ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ മെയിനായിട്ട് നമ്മൾ ടാബ്ലറ്റിൻ്റെ ഗ്രാനുൾസിനെ ഡ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ വെച്ചിട്ടാണ്. ഓക്കെ. പിന്നെ വാക്യൂം ഡ്രയറിൻ്റെ കാര്യം നമുക്കറിയാം. തെർമോലബൈൽ സബ്സ്റ്റൻസസ് അറ്റ് ലോ ടെമ്പറേച്ചറിലാണ് വാക്യൂം ഡ്രയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ആൻസർ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ ആണ്. ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Biological and blood products are dried by A. freeze dryer, B. evaporation, C. drum dryer and D. none of these. അപ്പം ഈ ഫ്രീസ് ഡ്രയറിൻ്റെ കണ്ടീഷൻ പറഞ്ഞപ്പം നമുക്ക് പറഞ്ഞായിരുന്നു ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സബ്ലിമേഷൻ ഡ്രൈയിങ് അല്ലെങ്കിൽ ലയോഫിലൈസേഷൻ. അതുപോലെ തന്നെ തെർമോലബൈലായിട്ടുള്ള ബയോളജിക്കൽ പ്രോഡക്ട്സിനെയാണ് നമ്മൾ ഇവിടെ ഡ്രൈ ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ ഫ്രീസ് ഡ്രയർ ആണ്. ബയോളജിക്കൽ ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ് ആർ ഡ്രൈഡ് ബൈ ഫ്രീസ് ഡ്രയർ. Next question. Drying by the process of sublimation is called A. spray drying, B. vacuum drying, C. freeze drying and D. tray drying. ഇത് നമുക്ക് വിത്തൗട്ട് എനി എന്താ പറയുന്ന ഒരു നമുക്ക് പറയാം ദ ആൻസർ ഇസ് ഫ്രീസ് ഡ്രൈയിങ്. ഡ്രൈയിങ് ബൈ ദ പ്രോസസ് ഓഫ് സബ്ലിമേഷൻ. അപ്പം നമ്മൾ ഫ്രീസ് ഡ്രയറിൻ്റെ ഓൾറെഡി അതിൻ്റെ പേര് തന്നെ നമുക്കുണ്ട്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സബ്ലിമേഷൻ ഡ്രൈയിങ് അല്ലെങ്കിൽ ലയോഫിലൈസേഷൻ എന്ന്. ഓക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ സി ആണ്, ഫ്രീസ് ഡ്രൈയിങ്. Next one, freeze drying is also called as A. lyophilization, B. lipophilization, C. disintegration and D. none of these. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഇറ്റ് ഇസ് ലയോഫിലൈസേഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് വൺ, എ മെത്തേഡ് ഓഫ് ഡെസിക്കേഷൻ ബൈ വിച്ച് ദ solutions or slurries are dried. Method of desiccation by which solution or slurries are dried is known as A. spray drying, B. freeze drying, C. film drying and D. none of this. നമുക്കിപ്പോൾ ഇത് കേൾക്കുമ്പോഴേ അറിയാം നമ്മൾ ഫസ്റ്റ് പോർഷനിലുള്ളതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നത് 2 ടൈപ്പ് ഓഫ് ഡ്രയേഴ്സ് ആണ്. ഒരെണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ സൊല്യൂഷൻസും സ്ലറീസിനെയും നമ്മൾ ഡ്രൈ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് ഡാമ്പ് ആയിട്ടുള്ള സോളിഡ് മെറ്റീരിയൽസിനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യത്തേനകത്ത് നമ്മൾ 2 ടൈപ്പ് ഓഫ് ഡ്രയറിനെ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ, അതായത് ഡ്രം ഡ്രയറും സ്പ്രേ ഡ്രയറും. ഇതിൽ നോക്കിയേ ഇതിനകത്ത് നമുക്ക് സ്പ്രേ ഡ്രയറുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ ഓട്ടോമാറ്റിക്കലി സ്പ്രേ ഡ്രൈയിങ് ആണ് ആൻസർ. അപ്പോൾ നെക്സ്റ്റ് പോർഷൻ ഡിസ്റ്റിലേഷൻ ആണ്. ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്താണ്. ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ലിക്വിഡ് ഇൻ ടു ഇറ്റ്സ് വേപ്പേഴ്സ് ബൈ ഹീറ്റിംഗ് ആൻഡ് റീകൺവേർട്ടിംഗ് ഇറ്റ് അഗെയിൻ ടു ലിക്വിഡ് ബൈ കണ്ടൻസിങ് ദ വേപ്പേഴ്സ്. ഫസ്റ്റ് നമ്മൾ ഹീറ്റ് ചെയ്യും. ഓക്കെ. നമ്മൾ എന്നിട്ട് അതിനെ വേപ്പറാക്കിയിട്ടൊരു കണ്ടൻസർ വെച്ചിട്ട് അതിനെ കൂൾ ചെയ്ത് ആ വേപ്പറിനെ എടുക്കുന്ന പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ ക്യാൻ ബി ഇറ്റ്. ഓക്കെ. അപ്പോൾ ഡിസ്റ്റിലേഷൻ ഇസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ലിക്വിഡ് into its vapors by heating. Okay. എന്നിട്ട് അതിന് ഇറ്റ് ഇസ് റീകൺവേർട്ടിംഗ് ഇറ്റ് അഗെയിൻ ഇൻ ടു ദ ലിക്വിഡ് ബൈ കണ്ടൻസിങ് ദ വേപ്പേഴ്സ്. ഓക്കെ. അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് ഒരു കാര്യം അറിയേണ്ടതെന്ന് വെച്ചാൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ കണ്ടൻസ്ഡ് വേപ്പർ എപ്പോഴും നമ്മൾ ഡിസ്റ്റിലേഷൻ വഴി മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പം അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ് റെസിഡ്യൂ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അത് ഇവാപ്പറേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡ്രൈ സോളിഡ് റെസിഡ്യൂ ആണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ ഡ്രൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ ഡിസ്റ്റിലേഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇവിടെ റോൾസ് ലോ ഉണ്ട്. അതായത് കോൺസെൻട്രേഷൻ വേഴ്സസ് വേപ്പർ പ്രഷർ. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡിൻ്റെയും അതുപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ ഓഫ് ലിക്വിഡിൻ്റെയും കൂടെ പ്രോഡക്റ്റാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ടോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ് ഒരു എ എന്ന് പറയുന്ന സബ്സ്റ്റൻസിൻ്റെ പ്രഷറും ബി എന്ന് പറഞ്ഞ സബ്സ്റ്റൻസിൻ്റെ പ്രഷറും കൂടെ ചേർന്നതാണ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് പറയാനുള്ളത് പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും ഒക്കെയാണ്. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ടോട്ടൽ വേപ്പർ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് ഇൻഡിവിജ്വൽ പാർഷ്യൽ പ്രഷർ. ഓക്കെ. അതായത് ടോട്ടൽ വേപ്പർ പ്രഷറാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാർഷ്യൽ പ്രഷറിനെക്കാട്ടി കൂടുതലെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നു. ഓക്കെ. അതിൻ്റെ എക്സാമ്പിൾ ബെൻസീനും എത്തനോളും ആണ്. നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് തിരിച്ചായിരിക്കും. ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്ക് ലെസ് ദാൻ
partial pressure of individual component, partial pressure of A plus partial pressure of B. അതിൻ്റെ എക്സാമ്പിൾ ക്ലോറോഫോം ആൻഡ് അസറ്റോൺ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം, അത് ഡിസ്റ്റിലേഷൻ എക്യുപ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്, അതായത് ഒരു കണ്ടൻസർ ഉണ്ട്, പിന്നെ ഒരു റിസീവറും ഉണ്ട്, ഒരു സ്റ്റില്ലും ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം, നമുക്ക് സിമ്പിൾ ഓർ ഡിഫറൻഷ്യൽ ഡിസ്റ്റിലേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്റ്റിലേഷൻ ആണ്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്റ്റിലേഷനിൽ ഫസ്റ്റ് വൺ സിമ്പിൾ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഡിസ്റ്റിലേഷൻ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുന്നത്, ആ വൊളാറ്റിലിറ്റി ഓഫ് ദി വേപ്പർ പ്രഷർ ഓഫ് ദി കമ്പോണൻറ്റിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് ഇത് പ്രോസസ്സ് നടക്കുന്നത്. അതിൻ്റെ മേജർ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ഫോർ ഇഞ്ചെക്ഷൻ, അതുപോലെ തന്നെ വോളറ്റൈൽ ഓയിൽ, അരോമാറ്റിക് ഓയിൽ, പിന്നെ അതുപോലെ പ്യൂരിഫിക്കേഷൻ ഓഫ് ദി ഓർഗാനിക് സോൾവെൻറ്റ്, സെപ്പറേഷൻ ഓഫ് ദി നോൺ വോളറ്റൈൽ സോളിഡ് ഫ്രം ദി വോളറ്റൈൽ ലിക്വിഡ്, എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് വൺ ഫ്ലാഷ് ഓർ ലിക്വിഡ് ഇക്വിലിബ്രിയം ഡിസ്റ്റിലേഷൻ. ഇതെന്ന് പറയുമ്പോൾ ഫ്ലാഷ് ഓർ ഇക്വിലിബ്രിയം ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈറ്റ് ലോ പ്രഷർ ആ സോൺ വെച്ചിട്ടാണ് ഇവിടെ ഡിസ്റ്റിലേഷൻ നടക്കുന്നത്. ഇത് മെയിൻലി യൂസ് ഇൻ ദ പെട്രോളിയം ഇൻഡസ്ട്രി, ക്രൂഡ് ഓയിൽ റിഫൈനിങ്, അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് ലിക്വിഡ് വിത്ത് ഡിഫറെൻറ്റ് ബോയിലിംഗ് പോയിൻറ്റ്. ഓക്കെ, മൂന്നാമത്തേതെന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ. ഓക്കെ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നാരോ റേഞ്ചുള്ള ടെമ്പറേച്ചറുള്ള ആ ഒരു സബ്സ്റ്റൻസിൻ്റെ സെപ്പറേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മിസിബിൾ ലിക്വിഡ് സെപ്പറേഷനാണ് ഇതിൻ്റെ മേജർ എക്സാമ്പിൾ എന്ന് പറയുന്നത്. മിസിബിൾ ലിക്വിഡ് സെപ്പറേഷൻ, രണ്ട് മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ അസിയോട്രോപിക് ഡിസ്റ്റിലേഷൻ. അസിയോട്രോപിക് ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മേജറായിട്ട് നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം അബ്സല്യൂട്ട് ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷനിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റീം ഡിസ്റ്റിലേഷൻ. സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ ബോയിലിംഗ് സബ്സ്റ്റൻസ് മീൻസ് ബോയിലിംഗ് പോയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ സെപ്പറേഷനാണ് നമ്മൾ മേജറായിട്ട് സ്റ്റീം ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാക്ഷൻ ഓഫ് വോളറ്റൈൽ ഓയിലും പിന്നെ ഡിസ്റ്റിലേഷൻ ഓഫ് ക്യാംഫറും. ഓക്കെ, പിന്നെ മോളിക്കുലർ അല്ലെങ്കിൽ ഇവാപ്പറേറ്റീവ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് റിഫൈനിങ് ഓഫ് ദ ഫിക്സ്ഡ് ഓയിൽ, അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് ദി കെമിക്കൽ, സെപ്പറേഷൻ ഓഫ് ദി വൈറ്റമിൻ എ ഫ്രം ഷാർക്ക് ലിവർ ഓയിൽ, എക്സെട്ര, ഫിഷ് ലിവർ ഓയിൽ. ഓക്കെ, പിന്നെ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ഡ്രൈ ഡിസ്റ്റിലേഷൻ എന്ന് പറയും. അപ്പം അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എയറോബിക് സബ്സ്റ്റൻസിൻ്റെ ആബ്സെൻസിൽ നടത്തുന്ന ഒരു ഡിസ്റ്റിലേഷനാണ്. ഓക്കെ, ഇറ്റ് ഇസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ദി എയറോബിക് സബ്സ്റ്റൻസ്. എക്സാമ്പിൾ നമ്മൾ ചാർക്കോളിൻ്റെ പ്രിപ്പറേഷനിൽ ഇതാണ് ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ഡ്രൈ ഡിസ്റ്റിലേഷനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി ഫോർ ഒബ്റ്റെയിനിങ് വാല്യുബിൾ പ്രോഡക്റ്റ് ഫ്രം ദി വൂൾ, ആനിമൽ മാറ്റർ, എക്സെട്ര. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ സിമ്പിൾ ഡിസ്റ്റിലേഷൻ നമ്മൾ വാട്ടർ ഫോർ ഇഞ്ചക്ഷനും അതുപോലെ തന്നെ വോളറ്റൈൽ ഓയിൽ എക്സ്ട്രാക്ഷനുമാണ് യൂസ് ചെയ്യുന്നത്. വാക്യൂം ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് തെർമോലബൈലായിട്ടുള്ള സബ്സ്റ്റൻസസിനെ യൂസ് ചെയ്യുന്നത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മിസിബിൾ ആയിട്ടുള്ളതിനെയും സ്റ്റീം ഡിസ്റ്റിലേഷൻ ഇമ്മിസിബിൾ ആയിട്ടുള്ളതിനെയും ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ചാർക്കോളിനുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെത്തേഡ് ഫോർ എക്സ്ട്രാക്ഷൻ ഓഫ് വോളറ്റൈൽ ഓയിൽ. Method for extraction of volatile oil. A, steam distillation, B, fractional distillation, C, molecular distillation, and C, simple distillation. D, simple distillation. നമ്മുടെ ആൻസർ ഡി ആണ്, സിമ്പിൾ ഡിസ്റ്റിലേഷൻ. ഇത് ഓൾറെഡി നമ്മൾ വോളറ്റൈൽ ഓയിൽസിൻ്റെ ആ പോർഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് ഡിസ്റ്റിലേഷൻ യൂസ് ടു കോൺസെൻട്രേറ്റ് ദ ലിവർ എക്സ്ട്രാക്ട്. നമ്മളിത് ഓൾറെഡി പറഞ്ഞിരുന്നത് നമ്മൾ ദ ലിവർ ഫിഷ് ലിവർ ഓയിലിൻ്റെയൊക്കെ എക്സ്ട്രാക്ഷനും സെപ്പറേഷനൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, A, simple distillation, B, steam distillation, C, fractional distillation, and D, distillation under reduced pressure. നമ്മുടെ ആൻസർ ഡിസ്റ്റിലേഷൻ under reduced pressure ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the method of separating two miscible liquids having different boiling points. A, sterilization, B, evaporation, C, fractional distillation, അതുപോലെ തന്നെ D, sublimation. ഡിഫറെൻറ്റ് ബോയിലിംഗ് പോയിൻ്റ് ആയിട്ടുള്ള മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ് സെപ്പറേഷന് നമ്മൾ എവിടെയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ വഴിയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, aromatic waters are prepared by A, distillation method, B, steam distillation, C, molecular distillation, and D, none of these. നമ്മുടെ ആൻസർ ആരോമാറ്റിക് വാട്ടർ. ഓക്കെ, ഏതാണ് ഡിസ്റ്റിലേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ആരോമാറ്റിക് വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നത്. ആൻസർ എ. Next question, fractional distillation is employed for the preparation of A, alcohol, B, sorbitol, C, benzene, and D, propylene glycol. Fractional distillation നമ്മൾ എന്തിനായിരുന്നു നമ്മൾ എന്തിൻ്റെ സെപ്പറേഷനാണെന്ന് വെച്ചാൽ ആൽക്കഹോളിൻ്റെ സെപ്പറേഷനിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അബ്സല്യൂട്ട് ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അസിയോട്രോപിക് ഡിസ്റ്റിലേഷനാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പം
ഇത്രയേ ഉള്ളൂ നമ്മുടെ മെയിൻ മേജർ MCQs എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് നമ്മളിപ്പോൾ ഈ സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഇതിൻ്റെ ഓരോ ഡിസ്റ്റിലേഷൻ്റെ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻസ് എംപ്ലോയ്ഡ് പ്രിപ്പറേഷൻ ഓഫ് അതുപോലെയൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ആരോമാറ്റിക് വാട്ടർസ് പ്രിപ്പയർഡ് ബൈ അങ്ങനെ ആയിരിക്കും ഓരോ എക്സാമ്പിൾസ് എടുത്ത് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഡിസ്റ്റിലേഷൻ്റെ കണ്ടീഷനിൽ പറയുമ്പോഴത്തേക്ക്. പിന്നെ ഡ്രയറിൻ്റെയും വലിയ ഒരു ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ വാക്സിൻസിൽ കുറച്ച് ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ വാക്സിൻസിൻ്റെ എടുത്ത് പഠിക്കണം. ഓക്കെ, ഈ ഒരു പോർഷൻ്റെ കൂട്ടത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നത് ഏതൊക്കെയാണ് ലൈവ് അറ്റൻറ്റേറ്റഡ്, അതുപോലെ തന്നെ ടോക്സോയിഡ്സ്, അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ 4 പോർഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 4 പോർഷൻസും കറക്റ്റായിട്ട് അതിൻ്റെ എക്സാമ്പിൾസ് ഓരോന്നോരോന്ന് എടുത്തെടുത്ത് പഠിക്കണം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എന്ത് വേണമെങ്കിലും അവർ ചോദിക്കാം ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഓക്കെ, അപ്പം എൻ്റെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഫ്രീക്വൻ്റ് ആയിട്ട് ക്ലാസ്സുകളുണ്ടാകും. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഷുവറായിട്ട് ചോദിക്കുക. പ്ലീസ് ഡു write on the comment box. I'll reply to you. And